പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആധികാരിക തഫ്സീർ ഗ്രന്ഥമായ തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തായ വലോ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, യുർഷിദു തആല, അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, അൽ ഉസാത വൽ മുദ്നിബീന, ദോഷം ചെയ്തവരോടും അപരാധങ്ങൾ ചെയ്തവരോടും തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോടും, ഇദാ വഖാ മിൻഹുൽ ഖതഉ വൽ ഇസ്യാനു, അവരിൽ നിന്ന് ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങൾ സംഭവിച്ചാൽ അയ്യതു ഇലർ റസൂലി, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് പോകണം, ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അവർ മുത്തുനബിയുടെ സവിധത്തിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടണം. മാത്രമല്ല വയസ്അലുഹു യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി മുത്തുനബിയോട് അവർ ആവശ്യപ്പെടണം. ഫഇന്നഹും ഇദാ ഫഅലു ദാലിക, നിശ്ചയമായും അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താബല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നതാണ്, വറഹിമഹും, അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചൊരിയുന്നതാണ്, വഗഫറ ലഹും, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല വലിഹാദാ ഖാല, ശേഷം പറയുകയാണ്, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, ഇതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അവരുടെ തൗബ സ്വീകരിക്കുന്നതായും അവർക്ക് റഹ്മത്ത് ചൊരിയുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചത് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് കൂടി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തുടർന്ന് കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഉത്തുബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഉത്തുബി തങ്ങൾ പറയുകയാണ്, കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അപ്പോൾ ഒരു അഅറാബി വരികയും മുത്തുനബി തങ്ങളോട് യാ അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ മേൽ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശേഷം പറയുന്നു, സമിഅതുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, വലോ അന്നഹും, നിശ്ചയമായും അവർ ഇളലമു അൻഫുസഹും, അവരുടെ സ്വശരീരങ്ങളോട് അക്രമം ചെയ്ത നേരം, ദോഷങ്ങൾ ചെയ്ത നേരം, ജാഊക, അവർ അങ്ങയുടെ അരികിലേക്ക് വന്നുകൊള്ളട്ടെ, ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അല്ലാഹുവിനോട് അവർ പാപമോചനം തേടിക്കൊള്ളട്ടെ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി അങ്ങ് പാപമോചനം തേടിക്കൊള്ളട്ടെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർക്ക് തൗബയെ സ്വീകരിക്കുന്നവരായും അവരോട് കരുണ കാണിക്കുന്നവരായും അല്ലാഹുവെ എത്തിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ശേഷം അദ്ദേഹം പറയുകയാണ്, നബിയെ വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി, ഞാൻ അങ്ങയോട് എന്റെ ദോഷത്തിനെ പൊറുക്കലിനെ തേടിക്കൊണ്ടും മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ ശുപാർശകനായി ആക്കിക്കൊണ്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. സുമ്മ അൻശഅ യഖൂലു, ശേഷം അദ്ദേഹം പാടുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ ആലമുഹു ഫത്വാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലികബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ശേഷം ഉത്തുബി തങ്ങൾ പറയുകയാണ്, സുമ്മൻ സറഫൽ അറാബിയു, ആ വന്ന അറാബി മടങ്ങി പോവുകയാണ്. ഫഗലബത്നി ഐനി, എന്റെ കണ്ണുകൾക്ക് ഉറക്കം വരികയാണ്, ഞാൻ മയങ്ങുകയാണ്. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. ഫഖാല, മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഉത്തുബി ഇൽഹഖിൽ അറാബിയ, ഓ ഉത്തുബി, ആ വന്ന അറാബിയെ നിങ്ങൾ പിന്തുടരണം, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുക. ഫബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, മാത്രമല്ല അദ്ദേഹത്തിലേക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കണമെന്ന് ഉത്തുബിയോട് എന്നോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഉത്തുബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവം ഹാഫിദ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആധികാരികമായ തഫ്സീർ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ സഹിതം രേഖപ്പെടുത്തി വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ഇസ്തിഗാസ എന്ന് പറയുന്ന പുണ്യകർമ്മത്തിനെയാണ് ശിർക്കുവൽക്കരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ എങ്ങനെയാണ് മുത്തുനബിയുടെ സവിധത്തിൽ പോയി പാപമോചനം തേടണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ പാപമോചനം തേടിയാൽ അവനിക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതിനേക്കുള്ള വ്യക്തമായ തെളിവ് കൂടി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുകയാണ്.
ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സംഭവം നടന്നതു മുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാമാണികന്മാരായ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി 1400 വർഷങ്ങളോളം വരുന്ന ഈ നൂറ്റാണ്ടുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 4-ാം നൂറ്റാണ്ടിലെ അബുൽ ഹുസൈൻ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബ് അൽ മാവർദി തങ്ങളെ അദ്ദേഹത്തിന്റെ അൽ ഹാവീലിൽ കബീറിൽ 5-ാം വാള്യം 290-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സബ്ബാഗ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അശ്ശാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങളെ അദ്ദേഹത്തിന്റെ മുസീറുൽ ഖറാമിസ് സാക്കിൻ ഇലാ അശ്റാഫിൽ മസാക്കിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങളെ അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിലും അതുപോലെ തന്നെ ഈലാഹി എന്ന ഗ്രന്ഥത്തിലും അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹ്മദ് ഇബ്നു ഇദ്രീസുൽ ഖറാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ-ദഖീറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. 8-ാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 3-ാം വാള്യം 228-ാമത്തെ പേജിലും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. 9-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ഹിസ്നി റഹിമഹുല്ലാഹ് ദഫ്ഉ ശുബഹി മൻ ശബ്ബഅ വ തമറദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 75-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന തഫ്സീർ ഗ്രന്ഥത്തിലെ 3-ാം വാള്യം 184-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. 10-ാം നൂറ്റാണ്ടിലെ ഖാത്തിമത്തുൽ മുഹഖിഖീൻ എന്ന് പറയുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ അദ്ദേഹത്തിന്റെ അൽ ജൗഹറുൽ മുനവ്വർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. 11-ാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു യൂസുഫ് ഇബ്നു ഇദ്രീസ് ഇബ്നു അൽ ഹുത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കശാഫുൽ കിനാഇ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. 12-ാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുലൈമാനുൽ ജമൽ തങ്ങളെ അദ്ദേഹത്തിന്റെ അൽ ജമൽ അലൽ മൻഹജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 1-ാം വാള്യം 636-ാമത്തെ പേജിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 13-ാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട ഇമാം സയ്യിദ് ബക്കരി തങ്ങളെ അദ്ദേഹത്തിന്റെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ വ്യക്തമായി ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പറഞ്ഞ ഇമാമിങ്ങൾ എല്ലാവരും പ്രാമാണികന്മാരാണ്. അവരെല്ലാവരും അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം രേഖപ്പെടുത്തി വെക്കുമ്പോൾ മുജാഹിദുകൾ പറയുന്നു ഈ പ്രവർത്തനം ശിർക്കാണ് എന്ന്. എന്നാൽ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ എല്ലാവരും ശിർക്കിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? നഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ മുജാഹിദുകളുടെ ദുർവ്യാഖ്യാനങ്ങളിൽ പെടുന്നതിൽ നിന്നും മുജാഹിദിസം തലക്ക് കയറുന്നതിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.